വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും ഇച്ഛാശക്തിയും എല്ലാറ്റിനുമുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള തികഞ്ഞ ആത്മാർത്ഥതയുമാണ്. വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ് എന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ വാക്കുകൾ ഏറ്റവും ഉചിതമാവുക മനുജയുടെ ജീവിതത്തിനാണ്. കാരണം തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു മനുജയ്ക്ക്. എന്നാൽ സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് മനുജയ്ക്ക് തുണയായത്. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത മനുജയ്ക്ക് ശാരീരിക പരിമിതികൾ കൂടിയായപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൽ വലിയ വെല്ലുവിളിയായിരുന്നു. ഭർത്താവും കുഞ്ഞുമടങ്ങിയ കുടുംബത്തിന് മുന്നോട്ടു പോകാൻ തനിക്കൊരു ജോലി അനിവാര്യമായിരുന്നു. എങ്കിലും സ്ഥിരവരുമാനമുള്ള ജോലി ലഭിക്കുക മനുജയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ലായിരുന്നു. മനുജയെപ്പോലെ ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്ന ഒട്ടനവധി പേർ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ പതറി നിൽക്കുന്നുണ്ട്. ഇത്തരം യുവതീ യുവാക്കളെ കണ്ടെത്തി അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിവിധ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായ കുടുംബശ്രീ. പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പുകളിലൂടെയാണ് കുടുംബശ്രീ ഇതിനായുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പ്രാദേശിക തലത്തിൽ നടത്തുന്ന വിവിധ പരിപാടികളിൽ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ ഇവർക്ക് പരിശീലനം നൽകും. പരിശീലനം കഴിയുന്ന ഇവർക്ക് തുടർന്ന് ജോലിയും ഉറപ്പു നൽകുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാല് സുഖമില്ലാത്തതിൻ്റെ പേരിൽ അവർക്കും ഒരു ബുദ്ധിമുട്ട്, എനിക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാം കൊണ്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് കുടുംബശ്രീയിൽ ഇങ്ങനെ ഒരു DDUGKയുടെ ഒരു ഇത് മനസ്സിലാക്കിയതും അവിടെ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം ചോദിച്ചത് എനിക്ക് വയ്യാത്തതാണ്, ജോലി കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഞാൻ അവിടുത്തെ സാറിൻ്റെ ആദ്യം ചോദിച്ചത്. അപ്പോൾ സാറ് ധൈര്യമായിട്ട് വന്നോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പഠിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്നതിന് ശേഷം ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇത് തന്നെ വന്നത്. അങ്ങനെയല്ല ഞാൻ നേരെ നല്ലപോലെ സംസാരിച്ചിട്ട് അങ്ങനെ നിൽക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടുത്തെ ലൈഫ് സ്കില്ലിൻ്റെയും എല്ലാ കോഴ്സിൻ്റെ എല്ലാത്തിൻ്റെതായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. അവശരും രോഗികളുമായവരെ പരിചരിക്കുകയും അവർക്ക് കൃത്യസമയങ്ങളിൽ ഭക്ഷണവും മരുന്നും നൽകി തളർന്നു പോയി അവരുടെ ജീവിതത്തിന് താങ്ങാവുകയും ചെയ്യുന്നതോടൊപ്പം തന്റെ ജീവിതത്തിന് നിറം പകരുക കൂടിയാണ് മനുജ ചെയ്യുന്നത്. ഈ ജോലി കേവലം ആത്മസംതൃപ്തി മാത്രമല്ല, സാമ്പത്തികമായ സ്ഥിരവരുമാനം എന്ന മനുജയുടെ സ്വപ്നങ്ങളുടെ സാഫല്യവുമാണ്. മനുജ കരുത്ത് പകരുന്നത് താൻ പരിചരിക്കുന്ന, തന്നെ ആശ്രയിക്കുന്ന രോഗികൾക്ക് മാത്രമല്ല, സാമ്പത്തികവും സാമൂഹികവും ശാരീരികവുമായി പിന്നോക്കം നിൽക്കുന്ന തന്നെപ്പോലെയുള്ള നിരവധി യുവതീ യുവാക്കൾക്കാണ്.